അടുത്ത ക്വസ്റ്റ്യൻ. ഒറിജിനലി ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡഡ് ഫോർ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്. ആർക്കെങ്കിലും തോന്നിയോ? പെട്ടെന്ന് ആരെങ്കിലും അത് ശ്രദ്ധിക്കാതെ ഉണ്ടോ? ഉണ്ടല്ലേ? എനിക്ക് അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ട് എക്സാമിന്. നമ്മൾ ഈ ഒരു ആക്ട് ഉണ്ടല്ലോ, ഇത്തവണത്തെ ഒരു PYQ ഉണ്ടായിരുന്നു, ഈ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് ഹൗ മെനി ഡീലിമിറ്റേഷൻ കമ്മീഷൻസ് ആർ അപ്പോയിന്റഡ് ഇൻ ഇന്ത്യ. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ മൈ പേപ്പർ. അവിടെ നിന്ന് എനിക്ക് എണ്ണിയപ്പോൾ ഒരെണ്ണം തെറ്റിപ്പോയി. ഓക്കെ, നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയിട്ടൊക്കെ എപ്പോഴും പഠിക്കും. ഓക്കെ, 6 എണ്ണം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ? ഒറിജിനലി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡൗട്ട് വരും. ഒറിജിനലി 6 എണ്ണം ആണോ? അല്ല. എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം. അപ്പൊ നമ്മുടെ ഫോക്കസ് എപ്പോഴും എന്തിലായിരിക്കും? ഫണ്ടമെന്റൽ റൈറ്റ് 6 എണ്ണത്തിലാണ് നമ്മുടെ ഫോക്കസ്. ഇപ്പൊ ഒറിജിനലി എന്നുള്ളൊരു വേർഡിന് നമ്മൾ സ്ട്രെസ് കൊടുക്കില്ല. ഈ ക്വസ്റ്റ്യൻ ഒരു 10-50 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടായിരുന്നു നിങ്ങൾ തെറ്റിച്ചേനെ. 5ാമത്തെ ആയതുകൊണ്ട് ഓക്കെ. അങ്ങനെ തെറ്റിച്ചവരുണ്ടോ? ഓക്കെ, തോട്ട് പ്രോസസ് മനസ്സിലായല്ലോ. അടുത്ത്, ഓൾ ഓഫ് ദം ആർ അവൈലബിൾ അഗെയിൻസ്റ്റ് ദ ആർബിട്രറി ആക്ഷൻ ഓഫ് സ്റ്റേറ്റ്. നിങ്ങൾ ചിലവർ എന്ത് ചെയ്തു? ഓള് കണ്ടിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? തെറ്റാണെന്ന് കരുതിയിട്ടില്ലേ? ഓൾ ഓഫ് ദം ആർ അവൈലബിൾ അഗെയിൻസ്റ്റ് ദ ആർബിട്രറി ആക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ്. ഈസ് ഇറ്റ് റൈറ്റ് ഓർ റോങ്? റൈറ്റ്, ശരിയല്ലേ? നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം ആർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം? അഗെയിൻസ്റ്റ് ഇൻ ദ സെൻസ് നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റും അല്ലേ? അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്. പക്ഷെ പ്രൈവറ്റ് പാർട്ടീസുമായിട്ട് എല്ലാം പറ്റുമോ? ഇല്ല. അത് നമ്മൾ കൃത്യമായിട്ട് എന്തിൽ പറയുന്നുണ്ട്? ലക്ഷ്മികാന്തി പറയുന്നുണ്ട്. ഇപ്പൊ ഓൾ ഓഫ് ദം ആർ അവൈലബിൾ അഗെയിൻസ്റ്റ് ആർബിട്രറി ആക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഒള്ളി എന്ന് പറഞ്ഞിരുന്നെങ്കിലോ? തെറ്റാണ്. ഓക്കെ, ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, ദെൻ യു ഹാവ് ദ തേർഡ് സ്റ്റേറ്റ്മെന്റ്. ഓൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ ബി സസ്പെൻഡഡ് ഡ്യൂറിംഗ് ദ ഓപ്പറേഷൻ ഓഫ് എ നാഷണൽ എമർജൻസി. 2021 പറ്റത്തില്ല അല്ലേ? സോ അതൊക്കെ കീഴിലുണ്ട്, കൃത്യമായിട്ട് പഠിക്കണം. സോ ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയിട്ട് പഠിക്കുന്ന സമയത്ത് അത് എമർജൻസിയുമായിട്ടൊന്ന് കണക്ട് ചെയ്യുന്ന ഏരിയ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 358, ആർട്ടിക്കിൾ 359 ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ പറ്റിയിട്ടൊക്കെ നല്ല ക്ലാരിറ്റി വേണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അതിനെ പറ്റിയിട്ടൊക്കെ ക്ലാരിറ്റി കിട്ടും. മര്യാദയ്ക്ക് വീട്ടിൽ പോയിരുന്ന് എന്ത് ചെയ്യുക? ഇത് തന്നെ ഈ ക്വസ്റ്റ്യൻ ഇന്നത്തെ സൺഡേയിലെ ദിവസം നിങ്ങൾ എന്തിനു വേണ്ടി കൊടുക്കുക? കംപ്ലീറ്റ്ലി അങ്ങ് പ്രിലിംസിന് കൊടുക്കുക. ടെസ്റ്റ് എഴുതുന്നു, ഡിസ്കഷൻ കേൾക്കുന്നു, വീട്ടിൽ പോകുന്നു. ടെസ്റ്റും ഡിസ്കഷൻ കഴിഞ്ഞതിൻ്റെ ക്ഷീണം കിടന്നുറങ്ങരുത്. എന്ത് ചെയ്യുക? ഇന്ന് ഞാനൊരു ടെസ്റ്റ് എടുത്തു, ഞാൻ അതിൻ്റെ ഡിസ്കഷനും കേട്ടു. അപ്പോൾ നമ്മൾ വിചാരിക്കും വി ആർ സംതിങ്, നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്ന് കരുതും. അങ്ങനെയല്ല, ഇത്തിരി റെസ്റ്റ് എടുക്കുക. ആ കീ അന്ന് തന്നെ നോക്കിയാൽ നോക്കി, ഇത് നാളത്തേക്ക് വെച്ചാൽ അവിടെ ഇരിക്കും. ഓക്കെ, സൺഡേ എന്ന് പറയുന്ന ആ ദിവസം അതിനുവേണ്ടി തന്നെ അങ്ങ് ചിലവാക്കുക. ഓക്കെ, നിങ്ങൾ എന്തായിരിക്കും UPSC എക്സാമിൻ്റെ അന്ന് സൺഡേ ചെയ്യുന്നത്? എന്തായിരിക്കും? രാവിലെ പോയി GS എടുക്കും, ഉച്ചയ്ക്ക് CSAT എടുക്കും. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് മാസം കൂടെ കഴിയുമ്പോൾ CSAT എടുക്കും. ഓക്കെ, ഫൈൻ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ വന്നിരുന്ന് എന്ത് ചെയ്യും? കീ ഒക്കെ നോക്കും അല്ലേ? അങ്ങനെയൊക്കെയാണ്. ഞാനൊക്കെ അങ്ങനെ ചെയ്യും. ചിലവർ കീ ഒന്നും നോക്കാണ്ടിരിക്കും. എനിക്ക് കീ നോക്കാണ്ട് സമാധാനം കിട്ടില്ല. ഓക്കെ, ഞാൻ 2 ദിവസം വരുന്ന കീ എല്ലാം നോക്കും. ഓക്കെ, അങ്ങനെയാണ് ഓരോരുത്തരുടെ ക്യാരക്ടർ, ഓരോരുത്തരുടെ ഒരു ഇത്. അപ്പൊ അങ്ങനെ ചെയ്യുക. ഇന്ന് തന്നെ എന്ത് ചെയ്യുക? ഇതിനകത്തുള്ള കണ്ടന്റ് ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. സൂക്ഷിച്ചു വെക്കണം ഈ ക്വസ്റ്റ്യൻ പേപ്പറും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിനൊക്കെ നമ്പർ ഇടണം കേട്ടോ. ഇത് സെക്കൻഡ് ടെസ്റ്റ് അല്ല, 2 നമ്പർ ഇടണം. ഇതിന്റെ ആൻസർക്ക് ഇവിടുന്ന് കൃത്യമായിട്ട് മേടിക്കണം. അതെല്ലാം സൂക്ഷിച്ചു വെക്കണം കേട്ടോ. അവസാനത്തെ മാസമില്ലേ, ലാസ്റ്റ് മന്തിൽ റിവൈസ് ചെയ്യാൻ കയ്യിൽ എന്തെങ്കിലും വേണം. അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യേണ്ടി വരും? ഓടി നടക്കേണ്ടി വരും. ഇതൊക്കെയാണ് റിവൈസ് ചെയ്യേണ്ടത് ലാസ്റ്റ് മന്തിൽ. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? ബി. ഫിഫ്ത്ത് വൺ ബി. സിക്സ്ത് വൺ, വാട്ട് ഇസ് ആൻസർ? ഓക്കെ. ഇത് ആരൊക്കെ തെറ്റിച്ചു? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇറ്റ് റൈറ്റ് ഓർ റോങ്? റോങ്. ആരൊക്കെ തെറ്റിച്ചേ? ഓക്കെ, നിങ്ങൾക്കറിയാം വി ഹാവ് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലേ, ഗാന്ധിയൻ, പിന്നെ ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് ആർ ദെയർ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ബട്ട് ഈ ക്ലാസിഫിക്കേഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന ക്ലാസിഫിക്കേഷൻ ആണോ? ഈസ് ദിസ് ക്ലാസിഫിക്കേഷൻ ഗിവൺ ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ? ശ്രദ്ധിക്കാതെ എത്ര പേര് തെറ്റിച്ചു? ജസ്റ്റ് റൈസ് ഓക്കെ. അപ്പൊ ഇതൊരു PYQ ആണ് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ക്ലാസിഫിക്കേഷൻ അല്ലത്. ഓക്കെ, നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, പിന്നെ ബാക്കി 2 അറിയാമല്ലോ. DPSP നോൺ ജസ്റ്റിസിയബിൾ ആണ്, പക്ഷെ എന്നിരുന്നാലും കോർട്ടിനെ എക്സാമിൻ ചെയ്യാൻ ഉപയോഗിക്കാം. പിന്നെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി ആണ് എന്ത്? DPSP. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് പൊളിറ്റിക്കൽ ഡെമോക്രസി. ഓക്കെ, സോ വാട്ട് ഈസ് ആൻസർ? 2 and 3. നിങ്ങളുടെയൊക്കെ ആൻസർ എന്തായിരുന്നു? 1, 2, 3 ഓക്കെ. സോ ഇതിപ്പോഴും ചോദിക്കുന്നത് കേട്ടോ. എപ്പോഴെന്ന് വെച്ചാൽ മിക്കവാറും നമ്മൾ PYQസിലൊക്കെ ഇടയ്ക്ക് കണ്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നില്ല. ഓക്കെ, സോ എപ്പോഴും ഓർക്കുക
idea here is that, approach here is that whenever in a statement it's saying constitution is saying, constitution classifying, ഒന്ന് സർക്കിൾ ചെയ്തിട്ട് ഒന്ന് ആലോചിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ആൻസർ ചെയ്യാനായിട്ട്. ഐ എം നോട്ട് സേയിങ് ഇറ്റ് ഈസ് ഓൾവേസ് റോങ്, ഐ എം നോട്ട് സേയിങ് ഇറ്റ്സ് ഓൾവേസ് റൈറ്റ്. പക്ഷെ നിങ്ങൾ അവിടെ ഒന്ന് ചിന്തിക്കണം. ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടിയേനെ. ഓക്കെ, ശരി. സോ വാട്ട് ഈസ് ആൻസർ? ബി, 2 and 3. Seventh question. You should have clear clarity about the schedules of Indian Constitution. Okay. Third schedule is about what? Oath. Oath. Alle? Mattenda second schedule is about? You just think that after salary they take oath. Adana idea. Okay. ഒരു കൺഫ്യൂഷൻ വരും. സെക്കൻഡിലാണോ ഓത്ത്, തേർഡിലാണോ ഓത്ത്. എന്താ അപ്പോൾ കൺഫ്യൂഷൻ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, സാലറി കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, സത്യപ്രതിജ്ഞയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് റോങ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ദെൻ യെസ്, സി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. Constitution has prescribed the manner of choosing representatives of the union territories in Lok Sabha. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല, ഇല്ല, അതൊരു നോളജാണ്. ഓക്കെ, ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു ദ പാർലമെന്റ്. പാർലമെന്റിന് തീരുമാനിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. യൂണിയൻ ടെറിട്ടറിയിലെ ലോക്സഭയിലേക്കുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് എങ്ങനെ വേണമെന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ ക്ലിയർ ആയിട്ട് പറയുന്നില്ല. അറിയാത്തവർ അവർ എന്ത് ചെയ്യുക, ഇവിടുന്ന് പഠിക്കുക. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അത് ഒരു ആക്ട് ഉണ്ട്, യൂണിയൻ ടെറിട്ടറി ആക്ട് 1965 എന്നൊരു ആക്ട് ഉണ്ട്. ആ ആക്ടിലാണ് പറയുന്നത്. ഓക്കെ, അത് തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രശ്നമില്ല. ഓക്കെ, നമ്മൾ തെറ്റിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, എന്നാൽ നമുക്ക് തെറ്റിക്കോട്ടെ എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തെറ്റാം, കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് ഇവിടുന്ന് പഠിക്കാം. ഓക്കെ, പക്ഷേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റിക്കാൻ പാടില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആർക്കെങ്കിലും തെറ്റിയോ? ഇല്ല. തെറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പ്രശ്നമില്ല. നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാണ്ട് തെറ്റുന്നെങ്കിലേ ഉള്ളൂ, അല്ല അത് അറിവിന്റെ പ്രശ്നം കൊണ്ട് തെറ്റില്ല. ഓക്കെ, കാരണം നമുക്ക് 12 ഷെഡ്യൂളിനെ പറ്റിയിട്ട് ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പഠിക്കുന്നതല്ലേ. ഓക്കെ, ശരി. പ്രസിഡന്റ് സ്റ്റിൽ നോമിനേറ്റ് 2 members. എന്താ, വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്? 104th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിൽ പറയുന്നുണ്ട്, ഇറ്റ് എക്സ്റ്റെൻഡഡ് SC/ST റിസർവേഷൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ഫോർ അനദർ 10 years ഐ തിങ്ക്, റൈറ്റ്, 10 years. ബട്ട് ആംഗ്ലോ ഇന്ത്യൻസിന്റെ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ആംഗ്ലോ ഇന്ത്യൻസ് നേരത്തെ 2 പേര് എവിടെ ഉണ്ടായിരുന്നു, ലോക്സഭയിലും, ഒരാൾ എവിടെ ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് അസംബ്ലിയിലും ഉണ്ടായിരുന്നു. നൗ ഇറ്റ് സ്റ്റാൻഡ് ക്യാൻസൽഡ്. ഓക്കെ, ആ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അതും തെറ്റാണെന്ന് പറയായിരുന്നു. അഗെയിൻ ദ വേർഡ് ഇൻകറക്റ്റ് ഈസ് ദെയർ. അത് ആരെങ്കിലും നോക്കാണ്ട് പോയോ? ഇല്ലേ? ഗുഡ്. വാട്ട് ഇസ് ആൻസർ? സി. എല്ലാം തെറ്റാണ് അല്ലേ? സി അല്ലേ? തെറ്റ് പറ്റിയവരൊന്ന് കൈവക്കിയേ. അതൊരു തെറ്റുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാത്തരം തെറ്റുകളും പറ്റാറുണ്ടല്ലേ. ശരി, മാർക്ക് ചെയ്യുമ്പോൾ തെറ്റുന്നവരുണ്ട്. മാർക്ക് ചെയ്യുമ്പോൾ തെറ്റുന്നവർക്ക് ഒരു ചെറിയൊരു ഇത് പറഞ്ഞുതരാം. നിങ്ങൾ അങ്ങനെ തെറ്റുന്നവർ, മാർക്ക് ചെയ്യുമ്പോൾ തെറ്റുന്നെന്ന് നോട്ട് ചെയ്തവർ, നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഇപ്പം നിങ്ങളുടെ ഒരു ഐഡിയ ഉണ്ടല്ലോ, ABCD, നിങ്ങളുടെ ആ പേപ്പറിൻ്റെ സൈഡിൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ്റെ അവിടെ തന്നെ ഈ പേപ്പറിൽ തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇപ്പോൾ A ആണെങ്കിൽ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോയി ചെയ്യുക. മനസ്സിലായോ? അങ്ങനെ തെറ്റുമെന്ന് പേടിയുള്ളവർ, എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ടായി പറയുന്നത്, എനിക്ക് തെറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റ് ABCD ഇല്ലേ, പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, B ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മനസ്സിലൊരു B എവിടെയെങ്കിലും കാണുമല്ലോ, നടുക്ക്, അങ്ങനെ ഒരു ഐഡിയ ഇല്ലേ, ഒന്ന് മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, അങ്ങനെയുള്ള തെറ്റൊന്നും വരുത്തരുത് കേട്ടോ. ഒക്കെ ഭയങ്കരമാണ്. ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ആയിരിക്കും നമ്മൾ പ്രിലിംസിന്റെ കട്ട് ഓഫിന് ഇപ്പുറത്താവുന്നത്. ഓക്കെ, പിന്നെ ദുഃഖിക്കും. ഫൈൻ. തെറ്റ് പറ്റിയവർക്ക് എന്തുകൊണ്ടാണ് തെറ്റിയത്? അറിയാത്തോണ്ട് തെറ്റിയതാണോ? ഓക്കെ, ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ ഇല്ലായിരുന്നു. ഓക്കെ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അറിയാമെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഒരു അപ്രോച്ച് ചോദിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ശരി, ആ സ്റ്റേറ്റ്മെന്റിൽ ഒരു കൺഫ്യൂഷൻ വന്നല്ലോ. കൺഫ്യൂഷൻ വരുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ഓക്കെ, ആഫ്റ്റർ യുവർ നോളജ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, തെറ്റായിട്ട് എടുക്കുക. ഓക്കെ, ഇനി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. എപ്പോഴാണ്? പ്രൊവൈഡഡ് ഇഫ് ഇറ്റ് ഈസ് കൺഫ്യൂസ്ഡ്, ഓക്കെ, ആൻഡ് ബിയോണ്ട് യുവർ നോളജ്, ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് തെറ്റായിട്ട് എടുക്കാം. ഓക്കെ, നോട്ട് സേയിങ് ഇറ്റ്സ് ഓൾവേസ് റൈറ്റ് ഓർ റോങ്. അപ്പം നിങ്ങൾ എന്തായാലും തെറ്റിച്ചില്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ, 8th one.
വാട്ട് ഈസ് ആൻസർ? ഡി അല്ലേ? ഡി അല്ലേ? ഡി. 8th one. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഈസ് ഇറ്റ് റൈറ്റ് ഓർ റോങ്? റൈറ്റ് ഓർ റോങ്? എവരി തേർഡ് ഇയർ ഓർ എവരി സെക്കൻഡ് ഇയർ? എവരി സെക്കൻഡ് ഇയർ. 1/3 എവരി സെക്കൻഡ് ഇയർ. 1/3 തേർഡ് കണ്ടിട്ട് ഇപ്പുറത്ത് തേർഡ് ആണെന്ന് നമ്മൾ വായിച്ചവരാണ് പല ആൾക്കാരും അല്ലേ? ഓക്കെ, ദിസ് ഈസ് ഹൗ യു മേക്ക് മിസ്റ്റേക്സ്. ഓക്കെ, 1/3 റിട്ടേഴ്സ് എവരി എന്താണ്? എവരി സെക്കൻഡ് ഇയർ. ഇനിയും വാട്ട് ഈസ് സം ടെന്യൂർ? ഒരാൾ കയറുമ്പോൾ എത്ര നാളുണ്ട്? 6 years. കോൺസ്റ്റിറ്റ്യൂഷനിലാണോ ഇതൊക്കെ പറയുന്നത്? ഓക്കെ, ക്ലിയർ? ഡൺ. അപ്പൊ അത് തെറ്റിയവർ ഒന്ന് അവിടെ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. യെസ്, ടെൽ മീ, വാട്ട് അബൌട്ട് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്? Constitution has fixed the term of office of members of Rajya Sabha. Yes or no? No. Then എവിടെ പറയുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് RPA Act 1951 അത് ആരെങ്കിലും ശരിയായിട്ട് എടുത്തായിരുന്നോ? ശരിയായിട്ട് എടുത്തവരുടെ അപ്രോച്ച് എന്താണ്? ശരിയായിട്ട് എടുത്തോ? ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ഫിക്സ്ഡ് എന്ന് പറയുന്നുണ്ട്. അൺലെസ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് തെറ്റാണെന്ന് കരുതിക്കോളൂ. ഓക്കെ, അത് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. കണ്ടീഷൻ ഇതാണ്, നമ്മൾക്ക് മസ്റ്റായിട്ട് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലാണ്. നമുക്ക് അതിനെപ്പറ്റി നല്ല ക്ലാരിറ്റി ഇല്ല. ഓക്കെ, പക്ഷേ ആ ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ആസ് റോങ്. ഓക്കെ, ഇതെല്ലാം അടുത്ത ടെസ്റ്റിന് അപ്ലൈ ചെയ്യാനായി പറയുന്നത്. സബ്ജക്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ മൈന്യൂട്ട് മിസ്റ്റേക്സ് നമുക്ക് മനസ്സിലാവും. ഫുൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ജനറൽ ഉള്ളൊരു മിസ്റ്റേക്കും നമുക്ക് മനസ്സിലാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, വാട്ട് അബൌട്ട് ദാറ്റ്? എനി ഡൗട്ട്? പ്രസിഡന്റ് ഈസ് ഓതറൈസ്ഡ് ടു ഡിസോൾവ്. യെസ്, പ്രസിഡന്റിന് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഡിസോൾവ് ചെയ്യാം. ചില സമയത്ത് ഇപ്പൊ അവിടെ ടു ഡിസോൾവ് ദ രാജ്യസഭയെന്ന് എഴുതിയെന്ന് വെച്ചോ, ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇടുകയെന്ന് വെച്ചോ, പ്രസിഡന്റ് ഈസ് ഓതറൈസ്ഡ് ടു ഡിസോൾവ് ദ രാജ്യസഭ അറ്റ് എനി ടൈം ഈവൻ ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് 5 years. ഇസ് ഇറ്റ് റൈറ്റ് ഓർ നോട്ട്? വൈ? ഇപ്പൊ പറയൂ, അതൊക്കെ രാജ്യസഭ ഇസ് എ പെർമനന്റ് ബോഡിയാണ് അല്ലേ? അപ്പൊ നമ്മൾ ചിലപ്പം ആ ഒരു വേർഡ് ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? സോ വാട്ട് ഈസ് ആൻസർ? ഡി. 3 only കേട്ടോ. ഓക്കെ, 3 only.